സിയിൽ പഠിക്കുമ്പോൾ അങ്കമാലി സെന്റ് ജോസഫ് ഹൈസ്കൂളിലാണ്. അവിടെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്ന മത്തായി സാർ, അദ്ദേഹത്തിൻ്റെ വീട് കർണൂട്ടിയിലാണ്. അന്നൊക്കെ എല്ലാ സാറന്മാർക്കും ഇരട്ടപ്പേരുണ്ട്, ഇന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ മത്തായി സാറിന് ഞങ്ങളുടെ ഇരട്ടപ്പേര് വണ്ടൻ മത്തായി എന്നാണ്. ഈ മത്തായി സാറിനെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ പേടിയാണ്. അദ്ദേഹം അത്ര കർക്കശക്കാരൻ, എന്നാൽ പഠിപ്പിക്കാൻ ഏറ്റവും ഒരു ദിവസം എന്തോ കാര്യത്തിൽ ചോദ്യം ചോദിച്ചത് കിട്ടിയിട്ടാണ് ഈ മത്തായി സാറ് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പണി കഴിഞ്ഞൊക്കെ വന്നു എന്നെ വിളിച്ചു. തോന്നി പിന്നെ നമുക്ക് എന്ത് വിശേഷം എല്ലാവരും അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. പിന്നെ സാറ് തല്ലി തുടയൊക്കെ പൊട്ടിന്ന് പറഞ്ഞല്ലോ, എവിടെ കാണട്ടെ? പിന്നെ നമുക്ക് വിളിച്ചു വയ്ക്കാൻ പറ്റില്ല. ഞാൻ കാണിച്ചു. കാര്യങ്ങൾ ഓർത്തു പോവുകയാണ്. ആ രംഗത്ത് എന്റെ അച്ഛൻ ചെയ്തത്, നേരെ പോയി ആ വേദിക്കുന്ന ഒരു ഊരിവടി കൊടുത്തു വീണ്ടും എന്റെ തല്ലുകയാണ്. സാറ് പറഞ്ഞിട്ട് കേൾക്കാത്തതിനും ഒക്കെ എന്റെ നിന്നെ തന്നെ ഈ മേലാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഞാൻ ആലോചിച്ചതാണ്, ഇന്നത്തെ കാലത്ത് ആണെങ്കിൽ ആ സാറിനെ കണ്ടപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടും എന്റെ കുട്ടിയെ തല്ലാണ്ട് അയാളാരാ എന്നുള്ള രീതിയിലായിരിക്കും പ്രവർത്തനം. അപ്പൊ ആ വ്യത്യാസത്തിൽ വളരുന്ന കുട്ടികൾ അതിൻ്റെതായ മാനസിക വ്യതിയാനങ്ങൾ ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ മാതാപിതാക്കൾ എനിക്കൊപ്പം ഉണ്ട് എന്നുള്ള ധാർഷ്ട്യമാണ് ഇന്നത്തെ യുവതലമുറയെ വഴിതെറ്റിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും മൂലം ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ഇതൊക്കെ കാലങ്ങളായി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ ബോധിപ്പിച്ചത്. അന്ന് അദ്ദേഹം കണ്ടിരുന്നു ഇന്ന് ഇത്രയധികം വിശക്തമായ ജാതി ചിന്ത ഉണ്ടാകുമെന്ന് ആയിരിക്കാം. ജ്ഞാനവശുള്ളവരായിരുന്നു. എന്തായാലും ഈ വിപത്തുകളെ നമുക്ക് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയേ പറ്റും. അതിന് കർശനമായ ശിക്ഷ നടപടി. മത്തായി സാറ് എന്നെ തല്ലിയിട്ട് വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും തല്ലി കിട്ടിയ പോലെയുള്ള ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണം എന്നാണ് എൻ്റെ വലിയ അഭിപ്രായം. ഈ ഗൾഫ് നാടുകളിലും മറ്റും എന്തുകൊണ്ടാണ് കുറ്റങ്ങൾക്ക് കുറയുന്നത്? അവിടെ ശിക്ഷകളുടെ അതുകൊണ്ട് തന്നെയാണ് അവിടെ ശിക്ഷ